പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവനുമായ ആ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു. ജ്യോതിഷത്തിൽ ബുധന് വളരെയധികം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. മറ്റേത് ഭാവങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴും ബുധൻ ഏറ്റവും മോശപ്പെട്ട ഭാവങ്ങളിൽ നിന്നാലും നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. 8ാം ഭാവത്തിൽ അങ്ങേറ്റം ദോഷമായ അഷ്ടമം, മരണത്തെ ചിന്തിക്കുന്ന, ക്ലേശങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന 8ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും എല്ലാം തന്നെ നിന്നാൽ വളരെ മോശം ഫലമാണ് പറഞ്ഞത്. പക്ഷേ ബുധൻ നിന്നാൽ മാത്രമേ വിശുദ്ധ ഗുണാഹ, നല്ല ഗുണങ്ങളാൽ ആദരിക്കപ്പെടുകയുള്ളൂ എന്ന് ഫലം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഓരോ ഭാവങ്ങളിലും 3ാം ഭാവത്തിലായാലും 6ാം ഭാവത്തിലായാലും 12ാം ഭാവത്തിലായാലും ചമത്കാര ചിന്താമണി പോലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളിൽ ബുധൻ്റെ ഭാവസ്ഥിതിയിൽ ദോഷം പറഞ്ഞിട്ടില്ല. ഇവിടെ നാം ബുധൻ്റെ ചാരവശാലുള്ള ഒരു മാറ്റം ആണ് ചർച്ച ചെയ്യുന്നത്. കേവലം 20 ദിവസം മാത്രമാണ് ബുധൻ ചാരവശാൽ മാറുന്നത്. ബുധൻ ധനുരാശിയിലേക്ക് ഇതാ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2025 ഡിസംബർ മാസം 29-ാം തീയതി മുതൽ 2026 ജനുവരി മാസം 17-ാം തീയതി വരെ, അതായത് 1201 ധനുമാസം 14-ാം തീയതി മുതൽ മകരമാസം 3-ാം തീയതി വരെയുള്ള കേവലം 20 ദിനങ്ങൾ മാത്രമാണ് ബുധൻ ധനുവിൽ നിൽക്കുന്നത്. ശത്രുക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. എങ്കിലും ആ ബുധൻ ഓരോ ഭാവാലും, ഇപ്പോൾ ഉദാഹരണമായി ബുധൻ സൂര്യനും ശുക്രനുമൊത്താണ് നിൽക്കുന്നത്. അവിടെ ചൊവ്വയുമുണ്ട്. ചതുർഗ്രഹ യോഗ ഫലമാണ് അവിടെ സംഭവിക്കുന്നത്. അതിനാൽ പലപ്പോഴും ആ ബുധൻ എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം നമുക്ക് ചിന്തിക്കണം. പാണ്ഡിത്യം, സുവചനം, കലാസു നിപുണതാം, ഇങ്ങനെ തുടങ്ങി ധാരാളം കഴിവുകൾ ബുധന് പറഞ്ഞിട്ടുണ്ട്. അറിവിൻ്റെ നിറകുടമാണ് ബുധൻ. സുവചനം, നല്ല വാക്ക് സംസാരിക്കുന്ന ആളാണ്. കലകളിൽ നൈപുണ്യം ബുധനുമായി പറയപ്പെട്ടിട്ടുണ്ട്. ബുധൻ്റെ കാരകധർമ്മം പറഞ്ഞിരിക്കുന്നത് വചനം, ജ്ഞാനം, ഇന്തോസ്തനൂജഹ, ഇന്തോഹോ തനൂജഹ, ചന്ദ്രപുത്രൻ. വചനം വാക്കും ജ്ഞാനം അറിവുമാണ്. ബുധന് മരുമക്കളുടെയും അമ്മാമ്മൻ്റെയും ഒക്കെ കാരകധർമ്മങ്ങളുമുണ്ട്. അതിനാൽ മേടം മുതൽ 12 രാശിക്കാരുടെയും ഈ ചാരവശാൽ 20 ദിവസം മാത്രമുള്ള ബുധൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ബുധ ഫലതസ്തു സർവദാ, ഏത് സമയവും ഫലം ചെയ്യുന്നു ബുധൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ദിവസം എടുക്കുന്ന ലോട്ടറിയിലും ബുധൻ ബലവാനാണെങ്കിൽ ഭാഗ്യം സിദ്ധിക്കുന്നത്. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ബുധൻ നല്ലൊരു ഭാവത്തിലാണ് നിൽക്കുന്നത്. 5ാം ഭാവത്തിൽ നിൽക്കുന്നു. 5ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത്, ശുഭഗ്രഹം നിൽക്കുന്നത് നല്ലതാണോ? നല്ലതാണ്. ശത്രുക്ഷേത്രത്തിലാണ്. പക്ഷെ അവിടെയൊക്കെ ആ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും 5ൽ നിൽക്കുന്ന ബുധന് രാശ്യധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുടെ രാജയോഗമുണ്ട്. ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ്? ജാതകത്തിലേക്ക് ബുധൻ ഒന്ന് തൻ്റെ കുടുംബപതിയാണ്, തൻ്റെ വാക്കാണ്, തൻ്റെ വിദ്യയാണ്, തൻ്റെ ധനമാണ്. ഇവിടെ ഈ ബുധൻ വാക്കുകൾ ഉപയോഗിച്ച് തനിക്ക് ധനം സമ്പാദിക്കും. കൺസൾട്ടൻസ്, അപ്രകാരം ബ്രോക്കേഴ്സ്, ഏജൻസി, ഇവർക്കൊക്കെ തന്നെ ബുദ്ധി ഉപയോഗിച്ച് ഇച്ചിരി മനുഷ്യരെ പറ്റിച്ചുകൊണ്ട് കാശുണ്ടാക്കാം. അപ്രകാരം പൂജ ചെയ്യുന്നവർക്ക്, മന്ത്രവാദികൾക്ക്, ആ രീതിയിൽ ആത്മീയമായ വിഷയങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവർക്ക് പല രീതിയിലും ധനാഗമ മാർഗം ഉണ്ടാക്കാം. അവർക്ക് ധനം ഉണ്ടാക്കാനുള്ള ആഗ്രഹവും വരും. അതിന് പുറമെ ഈ ബുധൻ സന്താന വിഷയത്തിലേക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ക്യാരിങ് ചെയ്യാൻ വളരെ നല്ലതാണ്. പക്ഷേ ക്യാരിങ് ചെയ്യുമ്പോഴും ആദ്യ ഗർഭം അലസിപ്പോക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും യുവതികൾ. അപ്രകാരം തന്നെ വളരെ പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും തൻ്റെ മക്കൾക്ക് നല്ല മക്കളെ കാണുവാനുള്ള യോഗം വരും. പൗത്രനെയും പൗത്രിയെയും ലഭിക്കുന്ന ദിനമാണ് ഈ 20 ദിവസക്കാലമെന്ന് അറിയുക. വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ഹയർ സ്റ്റഡീസ്, ഉപരിപഠനം, അപ്രകാരം പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ലഭിക്കുക. ഏതെല്ലാം രീതിയിൽ എവിടെയൊക്കെ സാധ്യതകളുണ്ട് സ്കോളർഷിപ്പ് ലഭിക്കാൻ, ഹയർ സ്റ്റഡീസിന്, ഇതിനൊക്കെ തന്നെ
ചിങ്ങൻ രാശിക്കാർ ഇറങ്ങും, പേരൻസും കുട്ടികളും എല്ലാം തന്നെ ഒന്നിച്ചിരുന്നുകൊണ്ട് അവർ വർക്ക് ചെയ്യും. ഹൗ ടു ഗെറ്റ് എ ബെറ്റർ യൂണിവേഴ്സിറ്റി ഓർ ബെറ്റർ സ്റ്റൈപ്പൻഡ് ഓർ സ്കോളർഷിപ്പ് ലൈക്ക് ദാറ്റ്. ആ രീതിയിൽ അവരവരുടെ എല്ലാ ഉത്സാഹവും പ്രകടിപ്പിക്കുന്ന 20 ദിവസങ്ങളാണ് മുമ്പിലുള്ളത്. അതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യും. നന്നായി ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമഃ എന്ന് ജപിക്കുക. ഇവിടെ 5ൽ നിൽക്കുന്ന ബുധനി മന്ത്രി എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. മന്ത്രം ഉപദേശിക്കുന്ന ആളാണ് മന്ത്രി. അതിനാൽ കൺസൾട്ടൻസി, ഉപദേശികൾക്ക് വലിയ ധനം കിട്ടും. ചമത്കാരം തമ്മിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ്. വയസ്സാദ്യമേ പുത്രഗർഭം തിഷ്ഠയത്, ആദ്യത്തെ പുത്രഗർഭം നിൽക്കില്ല. ഭവത്യസ്യ മേധ അർത്ഥ സമ്പാദയത്, ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി മുഴുവനും ധനം സമ്പാദിക്കുവാനാണ്. ബുധൈഹി ഭണ്യതേ പഞ്ചമേ രൗഹിണ്യേയേ, രോഹിണിയുടെ പുത്രനായ ചന്ദ്രപുത്രനായ ബുധൻ 5ൽ നിൽക്കുമ്പോൾ ബുധൈഹി ഭണ്യതേ, പണ്ഡിതർ ഇദ്ദേഹത്തിനെ പുകഴ്ത്തും. അയാൾക്ക് അറിവുള്ളവരുടെ അംഗീകാരം ലഭിക്കും. യത് വിദ്യതേ കൈതവം സാഭിചാരം, ഇച്ചിരി കൈതവം, ചതിവും വഞ്ചനയും ആഭിചാരക്രിയകളെല്ലാം ഇവർക്ക് വശത്താകാൻ പഠിക്കാം ഈ ഒരു സമയത്ത്. അതിനാൽ പലപ്പോഴും ആത്മീയമായ വിഷയങ്ങളിലൊക്കെ, പൂജാ വിഷയങ്ങളൊക്കെ പഠിക്കുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ് പഠിച്ചിട്ട് മുന്നോട്ട് നീങ്ങുക. ഏതായാലും വളരെ അനുകൂലമായ സമയമാണെന്ന് അറിയുക. നന്നായി അധ്വാനിച്ചാൽ വളരെ അനുകൂലമായ ഒരു ഫലം ലഭിക്കും ഈ ഒരു 20 ദിവസം ചിങ്ങൻ രാശിക്കാർക്ക്. നന്ദി, നമസ്തേ.